ജിത്തു മാധവൻ തിരക്കഥയെഴുതി ചിദംബരം സംവിധാനം ചെയ്ത ചിത്രമാണ് ബാലൻ ദി ബോയ്. ഒരമ്മയുടെയും മകൻ്റെയും തീവ്രമായ വൈകാരിക യാത്രയും അതിനിടയിൽ അവർ നേരിടുന്ന പ്രതിസന്ധികളും കണ്ടുമുട്ടുന്ന വ്യക്തികളുമാണ് സിനിമയുടെ ഇതിവൃത്തം. കഥ ഉടനീളം ഒരു മിസ്റ്ററി ഘടകം ഒളിച്ചുവെക്കാൻ സംവിധായകൻ സാധിച്ചിട്ടുണ്ട്. ബാലൻ്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച ആദിശേഷൻ തൻ്റെ റോള് നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുതിർന്ന കാലഘട്ടം ചെയ്തിരിക്കുന്നത് മുഹമ്മദ് സിനാനാണ്. കഥാപാത്രത്തിൻ്റെ ആന്തരിക സംഘർഷങ്ങളെ തികച്ചും ഇൻറ്റൻസീവായി തന്നെ പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. അമ്മയുടെ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഫർസാനയാണ്. മകനോടുള്ള സ്നേഹവും അതിജീവനത്തിനോടുള്ള പോരാട്ടവും വൈകാരികമായ കണ്ണുകളിലൂടെയും ഭാവങ്ങളിലൂടെയും മനോഹരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. അമ്മൂമ്മ ഡോളി ജോൺ അവതരിപ്പിച്ച കഥാപാത്രവും സ്ക്രീനിൽ വരുമ്പോഴെല്ലാം രംഗങ്ങളെ ലൈവായി തന്നെ നിലനിർത്തുന്നുണ്ട്. അബ്ബാസ് ചെയ്ത ടൊവിനോ തോമസ് മോഷണം നടത്തുന്ന കഥാപാത്രമായാണ് വരുന്നത്. ഇതുവരെ കാണാത്ത വേറിട്ട ലുക്കിലെത്തി രണ്ടാം പകുതിയിലെ നിർണായക ഘട്ടങ്ങളിൽ സിനിമയെ മുന്നോട്ട് നയിക്കുന്നതും ടൊവിനോയുടെ പ്രകടനം തന്നെയാണ്. ജീൻ പോൾ അവതരിപ്പിച്ച പവിത്രനും ഗിരീഷ് ഏടി, അച്യുതാനന്ദൻ, ബാബു എന്നിവരും ശ്രദ്ധേയമായ വേഷങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്. സുസീം ശ്യാമിൻ്റെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും ചിത്രത്തിന് വലിയ രീതിയിൽ പിന്തുണ നൽകുന്നുണ്ട്. ഷൈജു കാര്യത്തിൻ്റെ ഛായാഗ്രഹണവും മികച്ചതായിരുന്നു. വിവേക് ഹർഷൻ്റെ എഡിറ്റിങ്ങും മികച്ചതായിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി, പ്രൊഡക്ഷൻ ഡിസൈനർ അജയൻ മികച്ച തന്നെ അവരുടെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. മഞ്ഞുമൽ ബോയ്സ്, ആവേശം എന്നീ വൻ വിജയങ്ങൾക്ക് ശേഷം ചിദംബരവും ജിത്തുമതും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉയർന്ന പ്രതീക്ഷകളെ ചിത്രൻ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്നുണ്ട്. പുതുമുഖങ്ങളുടെ മികച്ച പ്രകടനവും അണിയറ പ്രവർത്തകരുടെ മികവും ചേരുമ്പോൾ ബാലൻ തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു മികച്ച സിനിമ അനുഭവം മാറുന്നു.